അവിടെ വടകരയിൽ ഷാഫി പറമ്പുണ്ടാക്കിയിട്ടുള്ള ഒരു കരാറുണ്ടായിരുന്നു. എന്നെ ഇവിടെ ജയിപ്പിക്കാൻ BJP-ക്കാർ വോട്ട് തന്നാൽ പാലക്കാട് ബൈ-ഇലക്ഷൻ വരും. അവിടെ ബൈ-ഇലക്ഷൻ വന്നാൽ അവിടെ BJP-യെ സഹായിക്കാമെന്ന് പറഞ്ഞ് BJP-ക്കാരുടെ വോട്ട് വാങ്ങി. നമസ്കാരം. നിങ്ങൾ ഇവർ പറയുന്നത് ശ്രദ്ധിച്ചു കാണുമല്ലോ. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അശ്ലീലമേത്, കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഫ്രോഡ് ആര് എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചാൽ എന്റെ മനസ്സിൽ ആദ്യം വരുന്ന പേരായിരിക്കും ഈ പറയുന്ന KK ശൈലജയുടേത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ ആരോഗ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി വിലയിരുത്തിയ ഒരാളെന്ന നിലയിൽ അങ്ങനെ മാത്രമേ അവരെ പരിഗണിക്കാൻ എനിക്ക് കഴിയുകയുള്ളൂ. CPM-ന്റെ കൂലിയെഴുത്ത് മാധ്യമങ്ങൾ കോടികൾ മുടക്കി ഒരു PR വർക്ക് നടത്തി ഇവരെ ഒരു ബിംബമാക്കാൻ നോക്കിയതും കേരളത്തിന്റെ ടീച്ചറമ്മയായിട്ട് പ്രതിഷ്ഠിച്ചതുമൊക്കെ നമ്മുടെ കൺമുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷെ ഇവരുടെ പ്രവർത്തനങ്ങൾ ആരെങ്കിലും വിലയിരുത്തിയിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ നടന്നത് ഒന്നാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണെന്ന് തോന്നുന്നു. ഏറ്റവും മികച്ച പ്രാഥമിക ആരോഗ്യ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ നടന്നത് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ ഡെങ്കി മരണങ്ങൾ 2018. ഇതൊക്കെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അത്തരത്തിൽ കഴിവുകെട്ട ഒരു ആരോഗ്യമന്ത്രിയായിരുന്നു KK ശൈലജ. പക്ഷെ ആ രീതിയിലല്ല ചരിത്രത്തിൽ അവർ അടയാളപ്പെട്ടത്. അത് CPM-ന്റെ PR വർക്കിന്റെ ഒരു മികവ് തന്നെയാണ്. നമ്മുടെ UDF-ന്റെ ഭരണശേഷം എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ്, കാരുണ്യ പദ്ധതി, ശുചിതരംഗം പദ്ധതി എന്നൊക്കെ രീതിയിൽ ആരോഗ്യരംഗത്തുണ്ടായിരുന്ന കുതിച്ചുചാട്ടത്തെ മുഴുവൻ ഇല്ലാതാക്കിയത് KK ശൈലജ എന്ന് പറയുന്ന കഴിവുകെട്ട മന്ത്രി മാത്രമാണ്. അത് പാർട്ടിക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് രണ്ടാം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതെ അവരെ മാറ്റി നിർത്തിയത്. ഒരുപക്ഷെ KK ശൈലജ ആരോഗ്യമന്ത്രിയായി തുടർന്നാൽ കേരളത്തെ മുഴുവൻ തെക്കോട്ടെടുക്കേണ്ടി വരുമെന്ന CPM-ന്റെ വിലയിരുത്തലിൽ നിന്നായിരിക്കാം ശൈലജയെ മാറ്റി നിർത്തപ്പെട്ടത്. ഒരു വിഭാഗം കോൺഗ്രസുകാർക്ക് ഉൾപ്പെടെ KK ശൈലജ എന്തോ ബിംബമാണ് ഇപ്പോഴും. പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല അവരുടെ പ്രവർത്തനമില്ലേ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതിലേക്കല്ല വരുന്നത്. ഇപ്പോൾ ഈ പ്രസംഗം കേട്ടില്ലേ? എത്രത്തോളം അശ്ലീലമായ, എത്രത്തോളം വസ്തുതാവിരുദ്ധമായ ഒരു പ്രസംഗമാണ് അവർ ഇളിച്ചുകൊണ്ട് നടത്തുന്നത്. ഈ സ്ത്രീയെ ഇനിയും മനസ്സിലാക്കാത്തവർ രാഷ്ട്രീയ കേരളത്തിലുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അവരെ മനസ്സിലാക്കിക്കൊള്ളുക. അവർ പറയുന്നത് കേട്ടില്ലേ, വടകരയും പാലക്കാടും തമ്മിൽ ഡീലായിരുന്നുവെന്ന്. ഈ കാര്യത്തിൽ CPM-ൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. MP രാജേഷ്, നമ്മുടെ താമരേഷ് അടക്കമുള്ളവർ വന്നിട്ട് പറയുന്നത് വടകരയും തൃശ്ശൂരും തമ്മിൽ ഡീലായിരുന്നു, അങ്ങനെ എന്തൊക്കെയോ മാറ്റിയും മറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇവർ തമ്മിൽ ഇതിനകത്തൊരു സ്ഥിരത ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവർ ഈ പറഞ്ഞ ശൈലജ എന്ന് പറയുന്ന പെരിങ്കള്ളി, ശൈലജ എന്ന് പറയുന്ന ഗജ ഫ്രോഡ് വന്ന് നിങ്ങളോട് പറഞ്ഞ ഈ വർത്തമാനത്തിലെ, ഈ പ്രസംഗത്തിലെ വസ്തുതകൾ നിങ്ങൾ പരിശോധിക്കണം. വടകരയിൽ BJP ഷാഫി പറമ്പിലിന് വോട്ടുമറിച്ചു എന്ന കള്ളമാണ് ആ സ്ത്രീ പ്രചരിപ്പിക്കുന്നത്. വടകരയിൽ എന്റെ അറിവിൽ, തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം, എന്റെ അറിവിൽ ഇതിന് മുമ്പത്തെ തവണ പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ 80,000-ഓളം വോട്ടാണ് BJP പിടിക്കുന്നത്. അത് ഷാഫി പറമ്പിൽ മത്സരിച്ച തവണ 80,000-ൽ നിന്ന് 1,10,000-ആയിട്ട് ഉയർത്താനായിട്ട് BJP കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 30,000 വോട്ടുകൾ അവർക്ക് കൂടുതലാണ് കിട്ടിയത്. അങ്ങനെ കൂടുതൽ കിട്ടിയ സാഹചര്യത്തിൽ നിന്നിട്ട് അവർ പറയുകയാണ് BJP-യുടെ വോട്ട് ഷാഫി പറമ്പിൽ മറിച്ചുവെന്ന്. എത്രത്തോളം കള്ളം, എത്രത്തോളം നികൃഷ്ടമായ കാര്യമാണ് ആ സ്ത്രീ പ്രചരിപ്പിക്കുന്നത് നോക്കിയേ. അതുപോലെ തന്നെ പാലക്കാട് രണ്ടാമത് നിൽക്കുന്ന BJP-ക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് വോട്ടുമറിച്ചു കൊടുക്കും. എന്ത് കാര്യത്തിന്? കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ കോൺഗ്രസ് BJP-ക്ക് വോട്ടുമറിച്ചു കൊടുക്കുമെന്ന വിഡ്ഢിത്തം എഴുന്നള്ളിക്കാൻ ശൈലജയെ പോലെ മൂളയില്ലാത്ത സ്ത്രീകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഇവരൊക്കെ എങ്ങനെ രാഷ്ട്രീയ നേതാവായി? എങ്ങനെയാണ് ഇവരൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് തുടരുന്നത്? അത്ഭുതം തോന്നുകയാണ്. എന്നാൽ പാലക്കാട് എന്താണ് സംഭവിച്ചത്? പാലക്കാട് ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷത്തിനേക്കാളും 5 ഇരട്ടി ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കോട്ട, പാലക്കാട് എന്ന് പറയുന്ന UDF-ന്റെ കോട്ട നിലനിർത്തിയിരിക്കുകയാണ്. ഇനിയെങ്കിലും ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ വേണ്ടി ശൈലജയുടെ വിഷം തുപ്പുന്ന നാവിൽ നിന്ന് വന്ന വാക്കുകൾ പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ ശൈലജ തയ്യാറാകണം. നിങ്ങൾ കാഫർ രാഷ്ട്രീയം ഉപയോഗിച്ച് മുസ്ലിം ഹിന്ദു സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി എങ്ങനെയും ജയിച്ചു കയറാൻ വടകരയിൽ ശ്രമിച്ച വടകരയിലെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമുണ്ടല്ലോ, CPM-ന്റെ രക്തത്തിലുള്ള, CPM-ന്റെ പാരമ്പര്യമായ ആ രാഷ്ട്രീയമുണ്ടല്ലോ, അത് തള്ളിപ്പറഞ്ഞിട്ട് ജനങ്ങളോട് മാപ്പ് പറയാൻ ശൈലജ എന്ന് പറയുന്ന ഫ്രോഡ് തയ്യാറാകണം.